നമസ്കാരം. എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ്. ഞാൻ SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം സ്ലീപ്പ് ഹൈജീനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അതായത് ഉറക്കക്കുറവ് മാറ്റാനും ഉറക്കം കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഉറക്കക്കുറവ് ധാരാളം പേർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. അപ്പം ഏറ്റവും പ്രധാനമായിട്ടും ഉറക്കക്കുറവുള്ളവരിൽ ഒരു ചിട്ടയായ ദിനചര്യ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം. അപ്പോൾ ഒരു റൂട്ടീൻ ഉണ്ടാവുക എന്നുള്ളത്, എന്നും ഒരേ സമയത്ത് ഉറങ്ങാനും ഒരേ സമയത്ത് ഉറക്കഴിക്കാനും ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, എക്സർസൈസ് ഒക്കെ കൃത്യമായി എല്ലാ ദിവസവും ഒരേ സമയത്ത് ചെയ്യുവാനും ശ്രമിക്കുകയാണെങ്കിൽ അത് ഉറക്കം മെച്ചപ്പെടുത്തുന്നതിന് വലിയ രീതിയിൽ സഹായിക്കും എന്നുള്ള വസ്തുത എപ്പോഴും ഓർത്തിരിക്കുക. അതോടൊപ്പം ഉറക്കക്കുറവുള്ളവർ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, പകൽ സമയത്ത് കഴിവത് നിങ്ങൾ കിടക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം ചിലരാണെങ്കിൽ വെറുതെ എങ്കിലും പകൽ കിടക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കിടന്നു കഴിയുമ്പം അവർക്ക് രാത്രിയിൽ ഉറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ഷീണമോ അല്ലെങ്കിൽ ഉറക്കം ഇനിഷ്യേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടയർഡ്നെസ് ഒന്നും അവർക്കുണ്ടാവില്ല. അങ്ങനെ വരുമ്പോഴും രാത്രി ഉറക്കം കിട്ടാത്ത സിറ്റുവേഷൻ വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അപ്പോൾ പകല് ഉറങ്ങിയില്ലെങ്കിൽ പോലും വെറുതെ ആണെങ്കിൽ പോലും കിടക്കുന്നത് കഴിവതും ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ കഴിവതും അതുപോലെ തന്നെ എക്സർസൈസ് ചെയ്യുന്നവർ വൈകുന്നേരം മസ്റ്റായിട്ട് എക്സർസൈസ് ചെയ്യുക. രാവിലെ ചെയ്യുന്നതാണ് നല്ലത്, രാവിലെയും വൈകുന്നേരവും ചെയ്യാം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഉറക്കക്കുറവുള്ളവർ വൈകുന്നേരം മസ്റ്റായിട്ടും നടക്കാനെങ്കിലും പോകുന്നത് ഉറക്കം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും എന്നുള്ള വസ്തുത ഓർത്തിരിക്കുക. അതുപോലെ തന്നെ 6 മണിക്ക് ശേഷം ടീ, കോഫി അങ്ങനെയുള്ള സ്റ്റിമുലന്റ് ആയിട്ടുള്ള പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കുന്നത് ഉറക്കം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും എന്നുള്ള വസ്തുത മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ ഡിന്നർ ഒരു 7 മണിക്കെങ്കിലും കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 7 മണിക്ക് കഴിച്ചതിന് ശേഷം ഒരു 8 മണിയാവുമ്പോൾ മൊബൈൽ, TV അങ്ങനെയുള്ള സ്ക്രീൻ ടൈം ഉള്ള കാണാൻ സാധ്യതയുള്ള ഗാഡ്ജറ്റുകൾ, TV അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. എന്നിട്ട് 9 മണിയാകുമ്പോൾ ഒരു ഗ്ലാസ് പാല് കുടിച്ചു കഴിഞ്ഞാൽ പാലില് ഉറക്കത്തിന്റെ കണ്ടന്റ് ഉണ്ട് എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഉറങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു ഐഡിയൽ ആയിട്ടുള്ള ടൈം 10-നും 11 മണിക്കും ഇടയ്ക്ക് ഉറങ്ങുക, രാവിലെ 6 മണിക്ക് മുന്നേ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു 9 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ബെഡിൽ പോയി കിടക്കരുത് എന്നുള്ള വസ്തുത എപ്പോഴും ഓർത്തിരിക്കുക. കാരണം കിടന്നു കഴിഞ്ഞാൽ മറിഞ്ഞും തിരിഞ്ഞും ഉറക്കം വരുന്നില്ല എന്നുള്ള ചിന്ത തന്നെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഉറക്കം വരുന്നില്ല എന്നുള്ള തോട്ട് തന്നെ ഒരു ആങ്സൈറ്റി ആയിട്ട് മാറുകയും അത് ഉറക്കക്കുറവ് കൂട്ടുന്നതിന് കാരണമായി തീരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഉറക്കം വന്നതിന് ശേഷം മാത്രം നമ്മൾ ബെഡിൽ കിടക്കുക. അഥവാ കിടന്നതിന് ശേഷം ഉറക്കം വരുന്നില്ലെങ്കിൽ എഴുന്നേറ്റിരുന്ന്, അല്ലെങ്കിൽ ഉറക്കം വരുന്നതിന് മുമ്പ് ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇരുന്ന് പ്രിന്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽ എടുത്ത് വായിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കൂടുതലായിട്ട് ബോറടിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ അല്ലാത്ത മാഗസീനോ ബുക്കുകളോ എന്തെങ്കിലും എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കുറേ വായിക്കുമ്പം നമുക്ക് ബോറടിക്കും, ഉറക്കത്തിൻ്റെതായിട്ടുള്ള ഒരു ടെൻഡൻസി വരും. ഇനി എത്ര വായിച്ചിട്ടും ഉറക്കം വന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു 5 പാരഗ്രാഫ് സെലക്ട് ചെയ്തിട്ട് അത് ആവർത്തിച്ച് വായിക്കുക. അങ്ങനെ വായിക്കുമ്പോൾ, കുറെ നേരം വായിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഉറക്കത്തിൻ്റെതായിട്ടുള്ള ടെൻഡൻസി വരും. ആ സമയത്ത് നമ്മൾ ബെഡിൽ പോയി കിടക്കുക. ഇപ്പൊ കിടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള റിലാക്സേഷൻ ടെക്നിക്കുകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് പോലുള്ള ഏതെങ്കിലും റിലാക്സേഷൻ ടെക്നിക്ക് ചെയ്യുകയാണെങ്കിൽ കുറെ കൂടെ നമ്മുടെ മനസ്സും ശരീരമൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആവും. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഉറക്കം കിട്ടുന്നതിന് സഹായിക്കും. ചില ആൾക്കാരിൽ ഈ റിലാക്സേഷൻ ടെക്നിക്ക് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഉന്മേഷം വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അഥവാ നമുക്ക് അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ വീണ്ടും എഴുന്നേറ്റിരുന്ന് നേരത്തെ വായിച്ച പ്രോസസ് കണ്ടിന്യൂ ചെയ്യുക, അടുത്ത ഉറക്കം വരുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് ചെന്ന് കിടന്നുറങ്ങുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉറങ്ങുന്നതിന് സാധിക്കും. ഇത് ഉറക്കം ഇനിഷ്യേറ്റ് ചെയ്യുന്നതിനുള്ള ടെക്നിക്കാണ് ഇപ്പോൾ പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ആണ് പറഞ്ഞത്. ഇനി ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ഇപ്പൊ ചില ആൾക്കാർ ഉറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഞെട്ടി ഉണരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള സൈക്കോ സോഷ്യൽ സ്ട്രെസ്സേഴ്സ് ഉണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അത് റിസോൾവ് ചെയ്യുന്നതിനുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ അത് ഏതെങ്കിലും രീതിയിലൊരു കോപ്പിംഗ് മെക്കാനിസം വെച്ചിട്ട് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നുള്ള വസ്തുത ഓർത്തിരിക്കുക. അപ്പോൾ ഉറക്കം നമ്മുടെ മാനസിക ആരോഗ്യത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്
ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്ത് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. SAG, the ultimate entertainment destination. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.